നമ്മുടെ ഭാര്യക്കാണ് ഒരു തല്ല് ഭാര്യൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്, നമ്മളോട് വെളുണ്ടാക്കിയിട്ട്. നമ്മളോട് തല്ലുണ്ടാക്കിയതിന് നമ്മുടെ ഭാര്യക്ക് ഭാര്യ പിതാവ് ഒരടി കൊടുത്താൽ നമ്മളെന്താ അഭിപ്രായപ്പെടുക? മാഷാ അല്ലാ, നല്ല പാപ്പ, ഓക്ക് ഒരു തല്ലല്ല ഒരു 10 തല്ലിൻ്റെ കുറവുണ്ട്, ഓളെ നാവിന് നീട്ടം കുറച്ച് കൂടുതലാണ് എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യക്ക് അടി കിട്ടിയത് ഭാര്യാപിതാവിൽ നിന്നാണ്. നബി തങ്ങൾ ഭാര്യാപിതാവിന്റെ കൂടെയല്ല നിൽക്കുന്നത്. അബൂബക്കറേ, ഇതെന്റെ ഭാര്യയാണ്, അവളെ തല്ലുന്നത് എനിക്ക് പൊരുത്തമല്ല, എനിക്കതിഷ്ടമല്ല, എനിക്ക് പൊരുത്തമല്ല, ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. നബി തങ്ങൾ ഭാര്യന്റെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് പുരുഷന്മാരെ നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഒരു പ്രതിസന്ധി നമ്മുടെ വീടുകളിലോ എവിടെയെങ്കിലും വരുമ്പോഴേക്ക് കെട്ടിയോളെ തല്ലിപ്പറയുകയും സ്വർണം കുറവാണെന്ന് പറഞ്ഞ് നിറം കുറവാണെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ശീലം ഈ വാക്ക് ഞാൻ അവസാനിപ്പിക്കാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വളരെ വളരെ ഗൗരവത്തോടു കൂടി ഇതൊക്കെ ഒന്ന് തിരിച്ചറിവുണ്ടാവണം. നമ്മുടെയൊക്കെ ഭാര്യമാർ അനുഭവിക്കുന്ന വേദനയും പ്രയാസമൊക്കെ ഒന്ന് ഒറ്റക്കൊക്കെ ഒന്ന് ആലോചിച്ച് തിരിച്ചറിവുണ്ടാകണം. ശരീരത്തിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബ്ലീഡിങ് നമുക്ക് ആർക്കെങ്കിലും പുരുഷന്മാർക്കുണ്ടോ? നമ്മുടെ ഭാര്യയും അമ്മയും നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്നുണ്ട്, മക്കളും പെങ്ങന്മാരൊക്കെ. ഇത് ചില്ലറ കാര്യമല്ല. ഒരു ദിവസം എല്ലാ 1-ാം തീയതി നമുക്ക് മെൻസസ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ഓഫീസിൽ പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതെടുത്ത് ബാഗിൽ വെക്കണം. എന്ത്? അതിൻ്റെ സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ പാഡുകൾ എടുത്ത് വെക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മാസത്തിൽ 8, 9, 7, 6 ദിവസം അനുഭവിക്കുന്നു. ചിലവർ 10 ദിവസം അനുഭവിക്കുന്നു, 20 ദിവസം അനുഭവിക്കുന്ന പാവങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതെല്ലാവരും അനുഭവിക്കുന്നതല്ലേ എന്ന് നിസാരപ്പെടുത്തല്ല. നബി തങ്ങൾ അങ്ങനല്ല ചെയ്തത്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഇതൊക്കെ അള്ളാൻ്റെ ദീനിലുണ്ട്, നമ്മളിതൊന്നും കണ്ടില്ല പഠിച്ചില്ല എന്നുള്ള നല്ല വിഷയം. ഇതൊക്കെ മനസ്സിലാക്കണം. അള്ളാൻ്റെ ദീനാത് തമാശക്കളിയും കുട്ടിക്കളിയും അല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞാൻ മെൻസസുകാരി ആയിരിക്കെ എൻ്റെ ഹബീബ് എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത്, സാധാരണയുള്ളതിനേക്കാൾ മനോഹരമായിട്ടാണ് എന്നോട് പെരുമാറാറുള്ളത്. ഞാൻ വെള്ളം കുടിക്കുന്നത് എൻ്റെ ഹബീബ് കാണുകയും എവിടെയാണോ ഞാൻ എൻ്റെ ചുണ്ട് വെച്ചത് ആ ഭാഗം നോക്കി ഹബീബ് വെള്ളം കുടിക്കാറുണ്ട്. ഇത് ഹബീബിന്റെ ജീവിതമാണ്. ഒരാൾക്ക് സന്തോഷം കിട്ടുന്നതാണ്. ആണുങ്ങൾക്കൊരു പക്ഷേ ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നൂല. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, മനസ്സിന് സമാധാനം കിട്ടുന്ന കുഞ്ഞു വാക്കുകൾ, കുഞ്ഞു സർപ്രൈസുകൾ, ഇതൊക്കെയാണ് ജീവിതം. നബി തങ്ങൾ അങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറുന്നത്. അല്ലാതെ ഒരു ദേശക്കാരൻ, ഒരു കടുംപിടുത്തക്കാരൻ, ഒരു വാശിക്കാരൻ, ഒരു വല്ലാത്ത വികൃത സ്വഭാവമുള്ളവനായി നമ്മുടെ വീട്ടിൽ പാടുള്ളതല്ല. മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങൾ അവിടുത്തെ ഇണയോട് ആദ്യം പറഞ്ഞത്, മോളെ, പൊന്നുമോളെ, നിന്റെ സഹായമില്ലാതെ എന്റെ പരലോകം രക്ഷപ്പെടൂല, നിന്റെ സ്നേഹവും പൊരുത്തവും കിട്ടാതെ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റൂല, അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കണേ മോളെ എന്ന് പറഞ്ഞ് ഭാര്യന്റെ കൂടെ നിൽക്കുകയാണ് ഷഖീഖുൽ ബൽഖി തങ്ങൾ. മഹാനായ ഇമാം ഷെഹറാനി റളിയല്ലാഹു തആല, വലിയ പ്രഗൽഭനായ മഹാന്മാർ, ദീനുള്ളവർ, അള്ളാഹുവിനെ പേടിയുള്ളവരാണ് അവരൊക്കെ. മഹാന്റെ ഭാര്യ ഒരു വലിയ രോഗം വന്നപ്പോ മുഴുവൻ കാര്യങ്ങളും മാറ്റിവെച്ച് ആ ഭാര്യന്റെ മലമൂത്ര വിസർജനം പോലും അത് മുഴുവൻ ക്ലീൻ ചെയ്ത് പാറ പോലെ കൂടെ നിൽക്കുന്ന മഹാനായ ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് ചരിത്രത്തിലുള്ള മഹാരഥന്മാരുടെ ജീവിതം. ഈമാനും റബ്ബിനെ പേടിയുള്ളവർ അങ്ങനെയാണ്. ഒരു മനുഷ്യനെ വഞ്ചിക്കാനോ പറ്റിക്കാനോ നിൽക്കുകയില്ല. വളരെ വളരെ ഗൗരവത്തോടെ ഈ മജ്ലിസിലുള്ള ഉപ്പമാരെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പയും ഉമ്മയും നേരത്തെ വഫാത്തായി പോയ മഹാന്മാരാണ്. അവർ കഴിഞ്ഞാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് ഹബീബിന്റെ ഇണകളെയാണ്, ഭാര്യമാരെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് നബിയെ? നബി തങ്ങൾ ചോദിച്ചു, ജീവിച്ചവരാണോ അല്ലെങ്കിൽ മരിച്ചവരാണോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് എൻ്റെ ഖദീജയോടാണ്. ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെയും ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞത് എൻ്റെ ആയിഷ ബീവിയോടാണ്, എൻ്റെ ഭാര്യമാരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു പെൺകുട്ടിക്ക്, ഭാര്യക്ക് ഈ മെൻസസിന്റെ സമയം സാധാരണ സമയം പോലെയല്ല. അത് നബി തങ്ങൾ നേരത്തെ പഠിപ്പിച്ചതാണ്. നമ്മൾ പഠിക്കാത്തത് നമ്മുടെ കുറ്റമാണ്. സാധാരണ സമയം പോലെയല്ല. ഒരൽപ്പം ദേഷ്യമുണ്ടാകും, മാനസികമായി ചെറിയ വ്യത്യാസമുണ്ടാകും, ചിലപ്പോൾ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അത് സയൻസ് പ്രൂവ് ചെയ്തതാണ്. 1400 കൊല്ലം മുന്നേ ഹബീബ് പഠിപ്പിച്ചതാണ്. അത് മനസ്സിലാക്കാനുള്ള അന്തസ്സ് നമ്മൾ കാണിക്കണം.
നബി തങ്ങൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാ പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയൊക്കെയാണോ ജീവിച്ചത് അതിൻ്റെ ഒരു 10% ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മൾ കാണിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ എല്ലാം എൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് എന്താണോ സമാധാനം കിട്ടുന്നത് അത് ചോദിക്കുകയും മനസ്സിലാക്കുകയും, ഓരോരുത്തരുടെ മനസ്സും വ്യത്യാസമാണ്, അതിനനുസരിച്ച് ഒരൽപ്പം കുട്ടിക്കളിയാകുന്നത് അള്ളാന്റെ ഹബീബ് അങ്ങനെ പഠിപ്പിച്ചതാണ്. ലോകനായകൻ 53 വയസ്സ് കഴിഞ്ഞ് 60ഓളം വയസ്സുള്ള ഹബീബിന്റെ ഭാര്യന്റെ കൂടെ ഓട്ട മത്സരം നടത്തിയെന്നത് ചരിത്രത്തിലുള്ളതാണ്. നമ്മളോടത് പറഞ്ഞാൽ നമ്മൾ തമാശ പോകും. നമ്മളോട് എന്താണ് വാഫി ഉസ്താദി പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇണകളുടെ ഇഷ്ടത്തിനൊത്ത് കൂടെ നിൽക്കുകയാണ്. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തത് ചെയ്യണ്ടേ ഉള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. നമ്മൾ എത്ര പേർ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പരിഗണനയുടെ ഒരു 10% അവനവന്റെ ഭാര്യമാർക്ക് കൊടുക്കാനുള്ള ആ ഒരു അവസ്ഥയില്ലാത്ത ഹതഭാഗ്യരായി, നിഷ്ക്രിയരായി, അന്തസ്സില്ലാത്തവരായി വാപ്പമാരെ നമ്മൾ മാറാൻ പാടില്ല. ഉപ്പയും ഉമ്മയും കഴിഞ്ഞാൽ 1ാം സ്ഥാനം നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്ക്. മക്കൾക്കല്ല കൊടുക്കേണ്ടത്. കഴിഞ്ഞ ജനുവരി 27, കഴിഞ്ഞതല്ല അതിൻ്റെ മുമ്പത്തെ 27, കണ്ണപുരത്താണ് ഞാൻ വയല് പറഞ്ഞത്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റോഡ് സൈഡിലാണ്, ഹൈവേയുടെ പരിസരത്താണ് ഇതുപോലെയുള്ളൊരു സദസ്സ്. ധാരാളം ആളുകൾ പല നാട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. വയല് തീരാൻ സമയമായപ്പോൾ ഒരു വാഹനത്തിൽ ഒരു കുടുംബം, റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും, റോഡിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് വേദി. ഒരു വാഹനത്തിൽ ആളുകൾ വരുന്നു. അങ്ങനെ അവിടെ പാർക്ക് ചെയ്തവര് സദസ്സിലേക്ക് കയറിയിരിക്കുന്നു. വയലെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഉസ്താദ് കോഴിക്കോട് വീട്ടിലേക്കാണോ പോകുന്നത്, അതല്ല മട്ടന്നൂരിലേക്കാണോ? ഞാൻ ആകെ ഞെട്ടിപ്പോയി. ചോദിച്ചു, എൻ്റെ ലൊക്കേഷനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അവർ പറഞ്ഞു, നിങ്ങൾ കൊയിലാണ്ടിയിൽ വയലിന് വന്നപ്പോൾ ഇത് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഇന്നാലിന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഇന്നാലിന സ്ഥലത്താണ് വർക്ക്, ഇവിടെയാണ് എൻ്റെ വീട് എന്നൊക്കെ അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചോദിച്ചാണ്, ഉസ്താദെ വീട്ടിലേക്കാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് കണ്ണപുരത്തുനിന്ന് പോകുന്നത് കൊയിലാണ്ടി പരിസരത്തുകൂടെ ഹൈവേയിലൂടെയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പെങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? പെങ്ങളുടെ വീട്ടിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ പറ്റിയത്, പെങ്ങൾക്ക് എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, പെങ്ങൾക്കൊരു കുഴപ്പമില്ല, പെങ്ങളുടെ ഭർത്താവ് ആക്സിഡന്റ് പറ്റി കോമാ സ്റ്റേജിലാണ്. അവരുടെ ഭാര്യ റുക്കിയ 42 വയസ്സുള്ള ഒരു പെണ്ണാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോ അവർ ഷെയർ ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാറുണ്ട്. ചിലതൊക്കെ ഞങ്ങളും അത് അപ്ലോഡ് ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്, എനിക്കിഷ്ടമുള്ളതൊക്കെ. അതുകൊണ്ട് ഉസ്താദേ, 2 കൊല്ലം മുന്നേ അബ്ദുൽ മജീദ് എന്ന സഹോദരൻ ആക്സിഡന്റ് പറ്റി ബോധമില്ലാതെ ഇന്നിതാ വീട്ടിൽ റെസ്റ്റിലാണ്, കിടപ്പിലാണ്. 1.5 കൊല്ലക്കാലം ഞങ്ങൾ ചികിത്സിച്ചു, മാറ്റമില്ല. ഇന്ന് 6 മാസത്തോളമായി വീട്ടിൽ റെസ്റ്റിലാണ്. ഡോക്ടർമാർ വിധി എഴുതിയതിന് തിരിച്ചു വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉസ്താദ് ആ വീട്ടിലേക്കൊന്നു വരുമോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. അങ്ങനെ അവരുടെ കൂടെ യാത്ര ചെയ്ത് പുലർച്ചയോടടുത്ത് 3:30-4 മണിയായപ്പോൾ അവിടെ എത്തി. സുബ്ഹാനല്ലാഹ്, വലിയൊരു ബംഗ്ലാവാണ്, കൊട്ടാരമാണ്. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള, ലക്ഷക്കണക്കിന് രൂപ ആസ്തിയുള്ളയാളായിരുന്നു. അങ്ങനെ രോഗചികിത്സ 1.5 കൊല്ലം ചെയ്തു. അങ്ങനെ 6 മാസം കൊണ്ട് വീട്ടിൽ തന്നെയാണ്. രോഗശമനം ഉണ്ടാകൂല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വീട്ടിലാക്കിയതാണ്. ആ വീട്ടിലേക്കാണ് പ്രവേശിച്ചത്. സുബ്ഹാനല്ലാഹ്, മെഡിക്കേറ്റഡ് റൂമിൽ മജീദ് ബോധല്ലാണ്ട് കിടക്കാൻ. മജീദിന്റെ പ്രായം 46, അയാളുടെ ഭാര്യന്റെ വയസ്സ് 42. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് മെഡിക്കൽ സജ്ജീകരണങ്ങളുള്ള വീട്. മെഴ്സിഡസ് ബെൻസും ഫോർച്യൂണർ കാറുമുണ്ട് പോർച്ചുഗലിൽ. സുബ്ഹാനല്ലാഹ്, വലിയ കൊട്ടാരത്തില് എല്ലും തോലുമായി മുഖം ചുക്കിച്ചുളിഞ്ഞ പോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. സംസാരിക്കാൻ സാധ്യമല്ല. ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകാൻ സാധ്യമല്ല. 6 മാസമായി ബോധമില്ലാതെ കിടക്കുകയാണ്. ആ മനുഷ്യന്റെ വായുടെ ഭാഗത്ത്, ശരീരത്തിന്റെ മൂക്കിലൂടെ, പല പ്രദേശങ്ങളിലൂടെ പൈപ്പ് വെച്ചിട്ടുണ്ട്. പടച്ചവനെ, ഭക്ഷണം കൊടുക്കുന്നത് ജ്യൂസ് രൂപത്തിലാണ്. ഇൻജക്ട് ചെയ്ത്, സിറിഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഭക്ഷണം കഴിച്ചാൽ പ്രാഥമിക കാര്യങ്ങൾ നടക്കും, ടോയ്ലറ്റിംഗ് നടക്കുമല്ലോ, മലമൂത്ര വിസർജനങ്ങൾ നടക്കുമല്ലോ. ആ റൂമിൽ പാതിരാത്രിയുടെ സമയത്ത് ചെന്നപ്പോ സുഗന്ധമാണ്, ദുർഗന്ധമില്ല, സുഗന്ധമാണ്.
ആരാണ് അവിടെ സുഗന്ധപൂരിതമാക്കിയത്? 6 മാസമായി ഒന്ന് വാഷ്റൂമിൽ പോലും പോകാൻ കഴിയാതെ ബോധമില്ലാതെ കിടക്കുന്ന മജീദിന്റെ റൂം അർദ്ധരാത്രി വന്നപ്പോഴും സുഗന്ധമായതെങ്ങനെയാ? ആരാണ് ക്ലീൻ ചെയ്തു കൊടുത്തത്? ആരാണ് മജീദിന്റെ കൂടെയുള്ളത്? ആരാണ് മജീദിന്റെ മലമൂത്ര വിസർജനം വേസ്റ്റുകൾ ക്ലിയർ ചെയ്തു കൊടുത്തത്? മക്കളല്ല, ഒരേ ഒരാ അതാ മനുഷ്യന്റെ ഭാര്യയാണ്. 42 വയസ്സുള്ള റുഖിയ മാത്രമാണ്. റുഖിയാനോട് ചോദിച്ചു, ഇത്താ എത്ര മക്കളുണ്ട്? അവര് പറഞ്ഞു 3 മക്കളുണ്ട്. 2 ആൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്, ഒരു മോള് +1 സ്കൂളിൽ പോവുകയാണ്. അവരൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോ വാപ്പാക്കൊരു മുത്തം കൊടുത്ത് സ്കൂളിലേക്ക് പോകും. വാപ്പാന് 2 കൊല്ലമായി കൂടെ നിൽക്കുന്നത് ഒരേ ഒരാൾ, അതാ മനുഷ്യന്റെ ഭാര്യ മാത്രമാണ്. ഈ മജ്‌ലിസിലുള്ള ഞാൻ അടക്കമുള്ള ഭർത്താക്കന്മാർ നാളെ ആക്സിഡന്റ് പറ്റി വീൽ ചെയറിലായാൽ ആരാണ് മരുന്നെടുത്ത്, ഫ്ലാസ്ക് എടുത്ത്, ടവലെടുത്ത്, തോർത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത്? നമ്മൾ കാമുകിയായി കണ്ടവൾ വരൂല, ഒരേ ഒരാ. എല്ലാവരും ഒരാഴ്ച കാണാൻ വരും, 4 ദിവസം ആളുകൾ വരും. എല്ലാവരും അവരുടെ തിരക്കുകളിലേക്ക് പോകുമല്ലോ. ഒന്ന് ഹോസ്പിറ്റലിന്റെ റൂമിൽ അഡ്മിറ്റ് ആയാൽ എല്ലാവരും അവരെ തിരക്കിനാണ്. 1-2 വട്ടം ഓറഞ്ച് മേടിച്ച് കാണാൻ വരും. പക്ഷേ കൈപിടിച്ചൊന്ന് വാഷ്റൂമിൽ പോകാൻ, കൈപിടിച്ചുകൊണ്ട് കൂടെ നിൽക്കാൻ ഒരേ ഒരാ, അത് നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.